ഉത്തരേന്ത്യൻ ലോബികളെ നിങ്ങൾ വളരെ മോശമായിട്ടുള്ള പരിപാടി കാണിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ സഞ്ജു സാംസൺ നിങ്ങൾ വീണ്ടും കാണിയായിട്ടിരുത്താനല്ലേ കിടന്ന് ഈ ആദ്യത്തെ കളിയിൽ 10 ഔട്ടാക്കി, രണ്ടാമത്തെ കളിയിൽ 6 ഔട്ടാക്കി, ഇന്നലെ മൂന്നാമത്തെ കളിക്ക് 0 ഔട്ടാക്കി. നിങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് നിങ്ങൾ അദ്ദേഹത്തെ ആദ്യമേ ഇങ്ങനെ ഔട്ടാക്കുന്നത്. ഞങ്ങൾ ശക്തമായിട്ട് എതിരെ പ്രതിഷേധിക്കുന്നു നിങ്ങൾക്കെതിരെ. പിന്നെ എനിക്കൊരു സംശയമുള്ളത്, ഈ ഗൗതം ഗംഭീറെ ഈ ഇന്ത്യൻ പ്ലേയേഴ്സിനോട് പറഞ്ഞേക്കുന്നത് എതിർ ടീമിന് 20 ഓവറും നിങ്ങൾക്ക് 10 ഓവറേ ഉള്ളെന്നായിരിക്കും. കാരണം ഇന്നലെ 10ാമത്തെ ഓവറിലാണ് 153 റൺ ചേസ് ചെയ്ത് 155 എടുത്ത് ജയിച്ചത്. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എതിർ ടീമുകാരെന്ത് ചെയ്യും? ഇനിയിപ്പോൾ വേൾഡ് കപ്പ് വരാൻ തുടങ്ങുക. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ അവർ വന്നിട്ട് കോർട്ടിലിറങ്ങി ടോസ് ഇട്ടിട്ട് ഇവർ കളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോവാം. നമ്മൾ പണ്ട് പാടത്തൊക്കെ കളിക്കത്തില്ല, അവൻ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കുന്നില്ല എന്ന് പറയത്തില്ല. എന്നമാതിരി ഇവർ കളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ടോസൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകുന്ന ബെറ്റർ. പിന്നെ ഈ സഞ്ജു സാംസന് ഇനി ഒരവസരം കിട്ടുകയാണെങ്കിൽ ഒരു ഔദാര്യമായിട്ട് കാണുന്നതാണ് നല്ലത്. കൊടുത്ത അവസരങ്ങൾ മൊത്തം പുള്ളി ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. പുള്ളിയുടെ ബാറ്റിംഗ് കണ്ടിട്ടുണ്ടോ? എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കും, ഒന്ന് ചലിക്കുകയൊന്നുമില്ല. ഇന്നലത്തെ ഔട്ട് അങ്ങനെയല്ലായിരുന്നോ? അപ്പം ഇനി എന്തെങ്കിലും കളിക്കാൻ അവർ ഇറക്കിയാൽ അത് ഔദാര്യമായിട്ട് മാത്രം കണ്ടോണം. ഇഷ്ടംപോലെ പിള്ളേർ പറയും നിൽക്കില്ലേ കളിക്കാനായിട്ട്. ഇനി തിലകവർമ്മയുണ്ട്, അവനെ എവിടെ കൊള്ളിക്കും? അപ്പോൾ ഇതുപോലുള്ള ടീമിനെയൊക്കെ എടുത്ത് വെളിയിലിരുത്തേണ്ടി വരും. അന്നേരം ഈ ഉത്തരേന്ത്യൻ ലോബികളുടെ ഇത് കാരണമാണ് അവൻ്റെ കരിയർ നശിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മലയാളികൾ ഇന്ന് മെഴുകി പിന്നെ വെളുപ്പിക്കും. പിന്നെ അവരവസരം കൊടുക്കും. ഏതെങ്കിലും ഒരു കളി വന്നിട്ട് 2 തല്ലും, പിന്നെ ഇതുപോലെ അങ്ങ് ഔട്ടായി അങ്ങ് പോകും പുള്ളി. 2020 മത്സരമൊക്കെ ഇങ്ങനെയാണ് കളിക്കുന്നത്. 3 ഓവറിൽ 50, 6 ഓവറിൽ 100, 10 ഓവറിൽ 153, 155 ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എതിർ ടീമുകളൊക്കെ എന്ത് കൊടുക്കും എനിക്കറിയത്തില്ല. വേൾഡ് കപ്പ് വരാൻ തുടങ്ങുക.